ഞാനിങ്ങനെയാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ മാങ്ങ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം വെള്ളത്തിൽ. മാങ്ങയെല്ലാം ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ മാങ്ങയെല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉപ്പെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. കടുക് വറക്കാനായി 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ടിട്ടുണ്ട്. 5-10 വെളുത്തുള്ളി ഇതുപോലെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി. ഒന്ന് ലോയിൽ വെച്ചിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ